ഹലോ ഹായ്. ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പട്ടാമ്പി കുട്ടനാടിൻ്റെ ഇടയിൽ നിന്ന് ഒരു വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന നിലക്കാണ് ഇന്ന് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്നലെ ഉണ്ടായ സംഭവം കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ആ വോയിസ് ഒന്ന് പ്ലേ ചെയ്ത് തരാം. അതിൻ്റെ ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്കി കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അതെ, പട്ടാമ്പിന്ന് ഞാങ്ങാറ്റില് കട്ടലമാടം വാവനൂരേ ചാലപ്പുറം കട്ടലമാടത്തിന്റെ ഇടയിൽ വെച്ചിട്ട് ഒരു കുട്ടീനെ തട്ടിക്കൊണ്ടുപോയി. 13 വയസ്സായ ഒരു പെൺകുട്ടിനെ കേട്ടോ. ആ കുട്ടീനെ കോഴിനാട് ഭാഗത്തേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അത് കുട്ടീനെ 4 ആൾ പാടെ കൂടിയിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ വലിച്ചിട്ടിട്ട് പ്ലാറ്റ്ഫോമിലിട്ട് ചവിട്ടി പിടിച്ചിരിക്കുക കുട്ടീനെ. എന്നിട്ട് പിന്നെ കുട്ടീനെ കൊണ്ടുപോയിട്ടുണ്ട്. കുട്ടീനെ കൊണ്ടുപോണത് ആ ചാലിപ്പുറം പള്ളിയുടെ നേരെ മുന്നില്, കട്ടമാടം പള്ളിയുടെ നേരെ മുന്നില് ഒരു അത്തറ് കച്ചവടം ചെയ്യുന്ന അവൻ കണ്ടു. അതിന്റെ നേരെ മുന്നിൽ സിമെന്റും കട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അവരും കണ്ടുപോകും. ചെക്കന്മാര് തടുത്തപ്പോഴേക്കും ചെക്കന്മാരെ തട്ടിമറിച്ചിട്ട് ചവിട്ടി മറിച്ചിട്ട് ആണ് കൊണ്ടുപോയിക്കുന്നത്. അവർക്കും ചെറിയ പരിക്കൊക്കെ ഉണ്ട്, അത്തറ് കച്ചവടം ചെയ്യുന്നവർക്ക്. അപ്പൊ ഇതുവരെ കിട്ടിയിട്ടില്ല. ആരെങ്കിലും ശ്രദ്ധപ്പെട്ടാണെങ്കിൽ പറയും കൂറ്റനാട് ഭാഗത്തേക്ക് പോയിക്കണോ, എല്ലാവർക്കും ഒന്ന് അറിയിക്കും. ഇതാണ് ഇന്നലെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന വോയിസ്. അപ്പോൾ അതിന്റെ ശേഷം എന്താണ് ഉണ്ടായത്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ എന്തൊക്കെയാണ് നടന്നത് എന്ന് നമുക്ക് കിട്ടിയപ്പോഴാണ് അത് നിങ്ങളെ അറിയിക്കണം എന്ന് തോന്നിയിട്ട് അത് നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ ആ വോയിസ് നമുക്ക് കേൾക്കാം. 2 ദിവസം മുന്നേ കാണാതെ ഒരു കുട്ടീനെ തെരഞ്ഞു വന്ന ഒരു ഓട്ടോറിക്ഷയാണത്. അപ്പോൾ വഴിയിൽ വെച്ച് കുട്ടീനെ കിട്ടി അത്ര. അപ്പൊ ഈ കുട്ടിക്ക് എന്താ ചെറിയൊരു കുഴപ്പമുണ്ട്, ദേശമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ കുട്ടി വണ്ടിയിൽ കയറാൻ കൂട്ടാക്കാണ്ട് പിടിച്ച് വലിച്ച് ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുവരികയായിരുന്നു. അപ്പൊ ഏകദേശം ഈ ഒരു ചാലിപ്പുറം പള്ളിയുടെ ഭാഗത്ത് എത്തിയപ്പോ വണ്ടി എന്തോ സ്ലോ ആക്കി കുട്ടി എന്തോ വണ്ടിയിൽ നിന്ന് ചാടാൻ ഒരുങ്ങി. അപ്പൊ പിടിച്ച് രണ്ടാമത് കയറ്റി. അപ്പൊ ഉണ്ടായ ഒരു സിറ്റുവേഷൻ ആണ് ആദ്യം വന്ന വോയിസും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനുശേഷം അവിടെ പോലീസ് വണ്ടിയും കാര്യങ്ങളൊക്കെ വന്ന് നാട്ടുകാരൊക്കെ കൂട്ടുണ്ടായിരുന്ന ഒരു സിറ്റുവേഷനിൽ എടുത്ത ഫോട്ടോ ആണത്. അപ്പൊ കുട്ടീനെ ആ സ്പോട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്ന വിഷയങ്ങളൊന്നും ഇല്ല. അപ്പൊ കുട്ടി വണ്ടിയിൽ ഇരുന്ന് കരയണതും പിന്നെ ഇറങ്ങുമ്പോ പിടിച്ച് കേട്ടതൊക്കെയാണ് നാട്ടുകാർ കണ്ടത്. അപ്പൊ അതാണ് വിഷയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ അബ്ദുൽ നാസർ മദനി, ചാലപ്പുറം മഹല്ല് ഖത്തീബ്. ഞാൻ വോയിസിൽ വരാനുള്ള കാരണം, ഒരുപാട് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചാലപ്പുറം പള്ളിയുടെ മുൻഭാഗത്ത് വെച്ച് 13 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുഞ്ഞിനെ ഓട്ടോറിക്ഷയിൽ ബലമായി പിടിച്ചു കൊണ്ടുപോയി എന്നൊരു സന്ദേശം പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വാട്സാപ്പിലും മറ്റും. അത് സത്യമാണോ എന്ന്. കൂട്ടുപാത ഇറങ്ങി വരുന്ന കൂറ്റനാട് ഭാഗത്തേക്ക് പോകുന്ന ഒരു ഓട്ടോറിക്ഷ നമ്മുടെ പള്ളിയുടെ ഓപ്പോസിറ്റ് സൈഡിലായി നിർത്തുകയും അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി, അയാൾ ആ ഓട്ടോറിക്ഷയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഇറങ്ങി ഓടാനോ അല്ലെങ്കിൽ ഇറങ്ങാനോ ശ്രമിച്ചത് കൊണ്ടായിരിക്കാം അദ്ദേഹം ആ പെൺകുഞ്ഞിനെ ബലമായി ആ വണ്ടിയിലേക്ക് തന്നെ തള്ളിക്കയറ്റി അവർ വണ്ടി മുന്നോട്ടെടുത്ത് ഏകദേശം ഒരു 20-25 മീറ്റർ മാത്രം മുമ്പിലുള്ള അത്തറ് കച്ചവടക്കാരനും മറ്റൊരു സഹോദരനും കൂടി അവരോട് ചോദിച്ചു. വണ്ടി തടഞ്ഞു നിർത്തി ഒരു 1/2 മിനിറ്റ് സമയം സംസാരിച്ചു. അവരോട് ചോദിച്ചു എന്താ പ്രശ്നം. ആ പെൺകുട്ടിക്ക് മാനസികമായ പ്രശ്നമുണ്ട്, ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു എന്ന് മറുപടി പറഞ്ഞപ്പോ സ്വാഭാവികമായും ഒരു ജാഗ്രതക്കുറവ് ഈ കണ്ടു നിന്ന ആളുകളെ ഭാഗത്തു നിന്നുണ്ടായി. കാരണം പ്രായവ്യത്യാസമുള്ള 2 ആളുകളുടെ ഇടയിൽ ഒരു ചെറിയ പെൺകുഞ്ഞുമായി ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പെൺകുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് ആയാലും മറ്റും കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ട് ആ കുഞ്ഞിന്റെ കൂടെ ഒരു സഹോദരിയോ അല്ലെങ്കിൽ അതിന്റെ മാതാവോ ഇല്ല എന്ന ഒരു ചോദ്യം അവിടെ പ്രസക്തിയുണ്ട്. അതോടൊപ്പം ആ പെൺകുഞ്ഞ് നിലവിളിക്കാതിരിക്കാൻ വേണ്ടി വായ പൊത്തിപ്പിടിച്ചു എന്ന് പറയപ്പെടുന്നു. എങ്കിൽ എന്തുകൊണ്ട് ആ കുഞ്ഞിന്റെ അവരെ കൈ ബലമായി എടുത്ത് ആ കുഞ്ഞിനോട് കാര്യം തിരക്കാമായിരുന്നു. അവിടെയും ജാഗ്രതക്കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 മിനിറ്റ് സമയത്തിലധികം അവരെ മുമ്പിൽ ആ വണ്ടി നിർത്തിയിട്ട് ആ വണ്ടിയുടെ മുൻഭാഗത്തും പിൻഭാഗത്തുമുള്ള നമ്പർ നോട്ട് ചെയ്യാനോ വണ്ടിയിലെ യാത്രക്കാരുടെ ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോസോ എടുക്കുന്നതിലും ഒരു തികഞ്ഞ ജാഗ്രതക്കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള അവസരങ്ങളിൽ ഇത്യാദി വിഷയങ്ങൾ ഗൗരവമായി നാം പരിഗണിക്കണമെന്നും ഏതായിരുന്നാലും ജാഗ്രതയാണ് എല്ലാറ്റിന്റെയും പരിഹാരമെന്നും ഉണർത്തുകയാണ്. ഇവിടെ ആരെയും തട്ടിക്കൊണ്ടുപോയിട്ടില്ല, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. CCTV നമ്മൾ പരിശോധിച്ചു. ഇങ്ങനെയാണ് സംഭവിച്ചത്. കൂട്ടുപാതയിൽ നിന്ന് ഇറങ്ങി വരുന്ന കൂറ്റനാട് ഭാഗത്തേക്ക് പോകുന്ന വണ്ടി സൈഡാക്കി നിർത്തി അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി വീണ്ടും മറ്റൊരാൾ അതിലേക്ക് തള്ളിക്കയറ്റും പോലെ, അതിൽ നിന്ന് ഇറങ്ങുന്ന ഒരാളെ തള്ളിക്കയറ്റും പോലെ ഒരു സംഭവം ഉണ്ടായി. അത് വണ്ടി കാണുന്നുണ്ട്, പക്ഷെ വണ്ടിയുടെ നമ്പർ നമ്മുടെ CCTVയിലൊന്നും വ്യക്തമല്ല.
ഇതാണ് സംഭവം എന്നറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. അപ്പോൾ കാര്യങ്ങൾ കേട്ടല്ലോ. അതിൽ നിങ്ങൾക്ക് ഒരു വ്യക്തത വന്നിട്ടുണ്ടാവും, കാര്യങ്ങൾ ശരിയായ നിലക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ അതൊരിക്കലും ഈ കുട്ടിയെ അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി ഇട്ടിട്ടുള്ള വീഡിയോ അല്ല, ഒരിക്കലും അങ്ങനെ ഇട്ടിട്ടുള്ളതല്ല. മറിച്ച് ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നമ്മുടെ വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ നമ്മുടെ അശ്രദ്ധ ഉണ്ടാകരുത്, അതൊരു സങ്കടത്തിലേക്ക് വഴിവെക്കരുത് എന്ന ഒരു നിലക്ക് ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ഉണർത്തുക എന്ന നിലക്കാണ് നമ്മൾ വീഡിയോ ഇട്ടത്. അപ്പോൾ അതിൽ ആ കുട്ടീനെ തട്ടിക്കൊണ്ടു പോയതാണ് എന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒരാശങ്ക വേണ്ട. അതിലൊരു വ്യക്തത വന്നപ്പോൾ അത് നിങ്ങൾക്ക് എത്തിക്കാമെന്ന നിലക്കാണ് നമ്മൾ അതിൽ വ്യക്തത നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് വീണ്ടും നമ്മൾ വീഡിയോ ഇടാൻ ഉണ്ടായ കാരണം. അപ്പോൾ അതിൽ പറയുന്നത് പോലെ നമ്മൾ ആദ്യം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കഴിയുന്ന രൂപത്തിൽ അവരെ ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുക്കുക, അതുപോലെ തന്നെ കാര്യമായിട്ട് വണ്ടി നമ്പർ എടുക്കാൻ പറ്റുന്നുണ്ട് വെച്ചാൽ അതൊക്കെ എടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ ഇതിൽ നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അതിലൊരു വ്യക്തത നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വീണ്ടും വിശ്വസിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ അതിൻ്റെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിലൂടെയും സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെയൊക്കെ ഇക്കാര്യങ്ങളിൽ ബാക്കിയുള്ളവരിലേക്ക് പെട്ടെന്ന് എത്താൻ ഒരു വഴിയാണ് എന്ന് ഞങ്ങൾ ഉണർത്തുകയാണ്. അപ്പോൾ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ പോകരുത് എന്ന് വീണ്ടും ഉണർത്തിയിട്ട് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ഗുഡ് ബൈ.